ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സ് എന്താണ് നിങ്ങളടുത്ത് നിങ്ങളുടെ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് മെസ്സേജ്. ടെൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എനർജിയാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു അർത്ഥം. അതായത് നിങ്ങൾക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഓവറോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് കിട്ടാത്തതായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ നിങ്ങളപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജിയിൽ അതാണ് വന്നിട്ടുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നത്? 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണിത്. നിങ്ങൾക്ക് നേടാനുള്ള പവർ ഉണ്ട്, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നിൽക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാം നേടാനുള്ളൊരു പവറാണിത്. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയാണ്. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാത്തത് പോലെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ധാരണ വെക്കുക. ലവേഴ്സ് കാർഡിൻ്റെ എനർജിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം റിലേഷൻഷിപ്പ് കൊണ്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ടതില്ല. കാരണം നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തും. ഇത് ഒരു നല്ലൊരു കണക്ഷനാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതൊരു റിയൂണിയൻ കാർഡും കൂടിയാണ്. നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി ആണിത്. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സിറ്റുവേഷൻ ഇപ്പം നടക്കുന്നത് ഒരു ടെമ്പററി അവസ്ഥകളായിരിക്കാം. സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണിത്. നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേഷൻസ്, ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാൻ വേണ്ടി പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സെലിബ്രേഷൻസ് ആണ് കാണുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരിക, ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയോ സെലിബ്രേഷൻ നിങ്ങൾ ഫേസ് പോകുന്നുണ്ട്, നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നുണ്ട്. കുറേ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത്. ദൂരെ ദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കാം. പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് പിടിക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനുള്ളത് നമ്മൾ തുടക്കം പറഞ്ഞത്, നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ ഇതൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി, നിങ്ങൾക്ക് സന്തോഷം തരുന്നത് മേ ബി ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെയുള്ളൊരു റൗണ്ട് ആയിരിക്കാം നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കാം പ്രോബ്ലംസ് ഉള്ളത്. മേ ബി ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതിന് നിങ്ങൾ നേരിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ മുൻകൈ എടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഇത് എഗെയിൻ കൺഫർമേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കണ എല്ലാം നേടാൻ പറ്റും. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഒരു മെറ്റീരിയലിസ്റ്റിക് ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേഴ്സൺസ് ആയിക്കോട്ടെ, ജോലി, അങ്ങനെ എന്ത് സംഭവം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഒരു കംപ്ലീഷൻ നിങ്ങൾക്കുണ്ട് ലൈഫിൽ. ഓക്കെ, പുറത്തു പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും. പക്ഷെ നിങ്ങൾക്കിവിടെ ഉള്ളൊരു കാര്യം നിങ്ങളുടെ ആക്ഷനാണ്. ആ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ
ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കൂ. അത് നമ്മളിലേക്ക് എത്തും എന്ന് കരുതി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ആ ഐഡിയ വെച്ച് നിങ്ങൾ തന്നെ സ്വയം ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് തന്നെ അതിനെ തിങ്ക് ചെയ്യുക കേട്ടോ, പോസിറ്റീവായിട്ട് എടുക്കുക അതിനെ. ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഈഗോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും മനസ്സിൽ, ഈഗോ, അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് ശത്രുത, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്ത ആൾക്ക് കർമ്മ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അത് എന്ത് കാര്യമാണെങ്കിലും അതിൽ നിങ്ങൾ എന്ത് എഫേർട്ട് എടുക്കണോ ആ എഫേർട്ട് നിങ്ങൾ എടുക്കുക. 6 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ്ഡും കിങ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ അപ്ട്രേറ്റും വന്നിട്ടുണ്ട്. അപ്പം അവസാനമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കാർഡാണിത്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പോരാടുകയാണ്, ഒറ്റയ്ക്ക് നിന്ന് സന്തോഷിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും കൂടെ കൂട്ടാനില്ല, അല്ലെങ്കിൽ വേറെ ആരുടെയും ഓപ്ഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ സ്വയം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു കർമ്മയായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 6 ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോൾ ഇത് റിലേഷൻഷിപ്പിന്റെ ആണ്. അപ്പം ഇത് എനിക്ക് റിവേഴ്സ്ഡ് വരുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് ആണ്. നിങ്ങളുടെ ബന്ധം കാരണം നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നൊരു സ്ട്രഗ്ലിങ്, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. സ്ട്രെങ്ത് വേണം, എനർജി വേണം, സ്വയം ഒരു ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ സ്വയം എല്ലാ കാര്യത്തിലും ഒരു സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് തേടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ സ്വയം പോകുക, നിങ്ങൾ തന്നെ സ്വയം മൂവ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വേറൊരാളെ ആശ്രയിക്കുക, ഓപ്ഷൻസ് ചോദിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം എല്ലാം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ബെറ്റർ എന്താണോ, നിങ്ങളിലേക്ക് വരുന്നതെല്ലാം ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങളിലേ നിന്ന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ലതല്ല, ലൈഫിൽക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് അത് മാറിപ്പോകുന്നത് എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ആക്കുക. അപ്പം സ്വയം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മെയിൻലി. അപ്പം അങ്ങനെ സ്വയം മൂവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതി കൂടി നോക്കുക. ബിക്കോസ് ഒരു ഈഗോ നിങ്ങൾക്കുള്ളതുപോലെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു കർമ്മയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക.